അനുസരണയുള്ള കുട്ടിയാ ഇപ്പൊ നിങ്ങളുടെ കൊച്ചുമോള്. അതുകൊണ്ട് ഞങ്ങൾ വിളിച്ചപ്പോൾ ഒരു എതിർപ്പും കൂടാതെ ഞങ്ങൾക്കൊപ്പം വരികയായിരുന്നു അമ്മയുടെ പിറന്നാൾ ആഘോഷിക്കാൻ. അമ്മയും 2 മക്കളും കൂടെ ചേർന്ന് കേക്ക് മുറിക്കുക. നീ എന്താടി മാറി നിൽക്കുന്നേ? ഇങ്ങോട്ട് വാ. ഞങ്ങൾക്ക് മോനോടൊരു അപേക്ഷയുണ്ട്. ഒരിക്കലും അവളുടെ മുന്നിൽ കൂടെ നടക്കരുത്. അതെ, കണ്ണമ്മോൻ പറയുന്നത് എന്ത് വേണമെങ്കിലും ഞങ്ങൾ ചെയ്യാം. പക്ഷെ എന്റെ മോളുടെ മുമ്പിൽ നടന്നു കാണിക്കരുത്. നിങ്ങളുടെ മുന്നിൽ ഞാൻ നടക്കണമെന്ന് കരുതിയതല്ല. പക്ഷെ അതിനുള്ള സാഹചര്യം നിങ്ങളായിട്ട് ഉണ്ടാക്കി. സ്വന്തം ഭാര്യയെ, അതും അമ്മയാകാൻ പോകുന്ന ഭാര്യയെ കുത്തിക്കൊല്ലാൻ ശ്രമിക്കുമ്പോ ഏത് കാല് വയ്യാത്തവനും അവശത മറന്ന് എഴുന്നേറ്റ് വരും. ഇവിടെ പിന്നെ എനിക്കിപ്പോ അവശതകളൊന്നുമില്ല. ഞാനത് നടിച്ചു നടക്കുക. തന്നെ ഇവരെയും പോലുള്ള ക്ഷുദ്രജീവികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്. സാരമില്ല, എപ്പോഴായാലും അറിയേണ്ടത് എല്ലാവരും അറിയും. സാറും മേഡം വരുന്നോ? വാ, അകത്തേക്ക് വാ. വാ. ആ പിന്നെ ഇത് ഇയാളുടെ അമ്മയുടെ പിറന്നാൾ കേക്ക് മുറിച്ചേണ്ട ഒരു പങ്കാ. അപ്പോഴേ ഞാനുടനെ ലേഖയുടെ വീട്ടിലേക്ക് പോവും. ആ സമയത്ത് മഞ്ജു 1-2 ദിവസം ഒന്ന് തറവാട്ടി വന്ന് നിൽക്കണം. കണ്ണേട്ടനൊരു കൂട്ടാവുമല്ലോ. അത് വേണോ സാറേ? മനഃപൂർവ്വം നമ്മൾ പുതിയൊരു തലവേദന ഉണ്ടാക്കി വെക്കണോ? അവിടുത്തെ കാര്യങ്ങളൊക്കെ സാധാരണ അറിയാലോ. ഇരുട്ടി വെളുക്കോളം ഒരുത്തി വീടിനകത്ത് കിടന്ന് കഷ്ടപ്പെടുക. ഒരു മടിയും കൂടാതെ അവള് ജോലി ചെയ്യുക. ഇന്ന് ഇയാളുടെ അമ്മയുടെ ബർത്ത്ഡേക്ക് വരണമെന്ന് പറഞ്ഞപ്പോ ഒരു മടിയും കൂടാതെയാ ഞങ്ങൾക്കൊപ്പം വന്നത്. ഉണ്ണിക്കും അവന്റെ അമ്മയ്ക്കും പോലും മനസ്സിലായിട്ടില്ല കാരണം ഞങ്ങളെ അനുസരിക്കുന്നതിന്റെ കാരണം എന്താണെന്ന്. ശരിക്കും അതിന്റെ കാരണം എന്തായിട്ടാ? അതിന്റെ കാരണം പറഞ്ഞ നീ ചിലപ്പോ കരുണയെ ആ വീട്ടിൽ നിന്ന് പുറത്തിറക്കി വിടും. അപ്പൊ അതുപോലെ എന്തോ ഒരു തെറ്റ് അവള് ചെയ്തിട്ടുണ്ടല്ലോ. തെറ്റ് ചെയ്തോണ്ടല്ലേ ഞങ്ങൾ പറയുന്നതൊക്കെ അവൾ അതേപടി അനുസരിക്കുന്നേ. എന്നാ പിന്നെ അത് എന്നോട് പറഞ്ഞൂടെ? തൽക്കാലം നിന്നോട് പറയാൻ പറ്റില്ല. നീ ഇപ്പൊ പറഞ്ഞു കേട്ടാ മതി. സാഗർ സമ്മതിക്കുകയാണെങ്കിൽ നീ കുറച്ച് ദിവസം അവിടെ നിൽക്കണം. സാറും മേഡം ഉറപ്പ് തന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെ എതിർക്കാനൊന്നും നിൽക്കില്ല. പിന്നെ ലക്ഷ്മി മേഡം ഇല്ലാത്ത സമയത്ത് മഞ്ജു സാറിന്റെ അരികിലുള്ളത് നല്ലതാ. രാവിലെ ഞാൻ ഓഫീസിലേക്ക് പോകുമ്പോ ഇവിടെ ഞാൻ കമ്പനിയിലേക്ക് വിട്ടേക്കാം. വൈകുന്നേരം വരുമ്പോ കൂട്ടിക്കൊണ്ട് പോരുകയും ചെയ്യാം. ഇവളെ അമ്മയാകാൻ പോകുന്നോണ്ടാ തോമസ് സാർ അവധി എടുത്തോളാൻ സാഗറിനോട് പറഞ്ഞത്. അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നാ പിന്നെ മറ്റുള്ളവരൊക്കെ ആശ്രയിക്കണ്ടേ. അതുകൊണ്ട് സാഗറിന്റെ ഡ്യൂട്ടി മുടക്കണ്ട. സാഗറിനും കൂടെ അവിടെ ഒന്ന് നിന്നൂടെ? അത് ശരിയാ. അപ്പൊ ഈ പറഞ്ഞ ആശങ്കയൊക്കെ ഒഴിഞ്ഞു പോവുകയും ചെയ്യും. തൽക്കാലം ഇവളുടെ അമ്മയുടെയും ആങ്ങളുടെയും പ്രഷർ കൂട്ടാൻ ഞാൻ അങ്ങോട്ട് വരുന്നില്ല സാറേ. ഇടയ്ക്കൊക്കെ വരാം ഇവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാനായിട്ട്. സ്ഥിരമായിട്ട് എനിക്ക് നിൽക്കാൻ പറ്റിയൊരു വീടല്ല അത്. അതെന്റെ വീടാ, അല്ലാതെ എന്റെ രണ്ടാനമ്മയുടെ വീടല്ല. കാര്യമൊക്കെ ശരിയാ സാറേ. എങ്കിലും സാറും ലക്ഷ്മി മേഡവും മാത്രം ഒന്നിച്ചൊരു വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ അവിടെ ഞാൻ നിന്നോളാം എത്ര ദിവസം വേണമെങ്കിലും. ഇപ്പോൾ സാറിൻ്റെ തറവാട്ടിലേക്ക് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കുത്തുവാക്കുകൾ ഇവളുടെ അമ്മയുടെ ഭാഗത്തുനിന്നുണ്ടാവും. കേട്ട് കേട്ട് മടുത്തു. പിന്നെ അതിന് മറുപടി പറയുന്നതും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തൽക്കാലം മാറി നിൽക്കുന്ന സാറേ നല്ലത്. രണ്ടാളും ഇരിക്കെ, ഞാൻ ചായ എടുക്കാം. അയ്യോ അതെ, അമ്മയുടെ അടുത്തോട്ട് പോയോണ്ട് ചായയൊക്കെ കുടിച്ചിട്ടാ വരുന്നേ. മഞ്ജു 1-2 ദിവസം അങ്ങോട്ട് വന്ന് നിൽക്കണമെന്ന് പറയാൻ വേണ്ടി മാത്രമാ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്.
ഇത്രയും നാൾ നിന്റെ നാത്തോൻ മറ്റുള്ളവർ വെച്ചുവിളമ്പുന്നതേ കണ്ടിട്ടുള്ളൂ. എന്നാ ഇനി നിനക്ക് കാണാം, നിനക്കുൾപ്പെടെ കരുണ വെച്ച് വിളമ്പുന്നത്. കമലേശ്വരത്തെ നല്ല മരുമോൾ ആയിക്കൊണ്ടിരിക്കുകയാണ് കരുണ. ഉള്ളിൽ അമർഷം വെച്ചുകൊണ്ടാണെങ്കിലും അവള് വീട് നോക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുക. നാളെ എവിടെ പോയാലും ജീവിക്കാൻ പറ്റുന്ന ഒരു പെണ്ണായി മാറും അവള്. അപ്പോഴേ സാഗറെ, ഞങ്ങൾ അവളെ വിളിച്ചെങ്കിലും രണ്ടാളും കൂടെ ആലോചിച്ച ഒരു തീരുമാനം എടുത്താൽ മതി കേട്ടോ. ശരി സർ. എന്നാ പാടോ. ശരി. ആ മോളെ, പോവാൻ പോകണം മോളെ. പോകാതെ പറ്റില്ലല്ലോ. കുറച്ച് സമയമല്ലേ എനിക്ക് തന്നിട്ടുള്ളൂ. പക്ഷേ ഇത്തവണ ഞാൻ പോകുന്നത് ചിലതൊക്കെ തീരുമാനിച്ചുറപ്പിച്ചു തന്നെയാണ്. ആ തീരുമാനം ഞങ്ങളോട് കൂടി പറയാം മോളെ. കൂട്ടായിട്ടൊരു തീരുമാനമൊക്കെ എടുത്തിട്ട് പോകുന്നതല്ലേ നല്ലത്. ഇനി കൂട്ടായിട്ട് തീരുമാനം എടുക്കുന്നില്ല. ഞാൻ തീരുമാനിക്കുന്നത് ഞാൻ തന്നെ ചെയ്തോളാം. എനിക്കതിന് ഒരു കൂട്ടും വേണ്ട. മോളെ, ദേഷ്യം കയറിയിട്ടും മോള് തെറ്റൊന്നും ചെയ്യല്ലേ. അങ്ങനെ ചെയ്താലേ ഇവൻ പിന്നെ ജയിലിനകത്താ. ജയിലിനകത്ത് കിടക്കാൻ പേടിയില്ലാത്ത ആളല്ലേ അച്ഛൻ? ആ പലപ്പോഴും കണ്ണനും ലക്ഷ്മിയും കൊല്ലാൻ തീരുമാനിച്ച സമയത്തൊക്കെ പറയുമായിരുന്നല്ലോ, ജയിലിൽ പോയി കിടക്കാൻ എനിക്ക് മടിയില്ലാന്ന്. അതെ, അതിനവരെ കൊന്നിട്ടല്ലേ മോളെ. ഇതിപ്പോ പണ്ടെങ്കോ നടന്ന ഒരു കൊലപാതകത്തിന്റെ പേരില് ജയിലിലേക്ക് പോകുന്നത് കഷ്ടമല്ലേ? തന്നെയല്ല, പിന്നെ നിങ്ങൾക്കാരാ? അങ്ങനെ കണ്ണൻ എന്നെ ജയിലിൽ കിടത്താൻ തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് ഞാൻ അവനെയും ലക്ഷ്മിയും ഒക്കെ തീർത്തിരിക്കും. ഇനിയിപ്പോ ആരെ എന്ത് ചെയ്താലും ശിക്ഷ ചെയ്യില്ല. അതിന്റെ കാലാവധി ചിലപ്പോ കൂടുമായിരിക്കും. കൂടിക്കോട്ടെ, എന്നാലും കുഴപ്പമില്ല. എനിക്കും ഇപ്പൊ ജയിലിൽ കിടക്കാൻ മടിയില്ലാതെയായി. അവിടെ ചെന്നാ ഇപ്പൊ എന്റെ ഭർത്താവിന്റെ വീട്ടിലെടുക്കുന്ന അത്രയും ജോലി ചെയ്യേണ്ട കാര്യമില്ലല്ലോ. മോളെ, മോള് കരുതുന്ന പോലെയൊന്നുമല്ല ജയിലിലെ ജീവിതം. അതെ മോളെ, ജയിലില് കുറച്ചു ദിവസം കിടന്നിട്ടുള്ള ഇവനറിയാം. ഇവൻ ചെറുപ്പകാലത്തെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടൊക്കെ പോകുമായിരുന്നല്ലോ. മോളെ, മോളിനി അവിടെ ചെന്നിട്ട് ജോലിയൊന്നും ചെയ്യുന്നില്ലെന്ന് പറയോ ലക്ഷ്മിയുടെ മുഖത്ത് നോക്കി? അത് മാത്രം പറഞ്ഞതുകൊണ്ട് എനിക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അച്ഛൻ ജയിലിലേക്ക് പോയാലും ഞാൻ പോയാലും നമുക്ക് സന്തോഷത്തോടെ പോകാൻ പറ്റണം. അങ്ങനെ സന്തോഷം ഉണ്ടാവണമെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്തേ പറ്റൂ. അതെന്താണെന്നാ ഞങ്ങൾ ഈ ചോദിക്കുന്നത്. അതേപ്പറ്റി മുൻകൂട്ടി പറയില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. എല്ലാം നടന്നിട്ട് എല്ലാവരും അറിഞ്ഞാ മതി. അവള് പാറിപ്പറന്ന് നടക്കുക ഭർത്താവിനൊപ്പം. പ്രാർത്ഥനയിലൂടെ അവളെല്ലാം നേടി എന്നെ ജയിച്ചു. എന്നാ ഇനി അവള് പ്രാർത്ഥിക്കുന്ന ദൈവങ്ങള് അവളെ തുണയ്ക്കത്തില്ല. നോക്കിക്കോ, അച്ഛനും മുത്തശ്ശിയൊക്കെ. മോളെ, മോളെ, മോളെ പറയുന്ന കേട്ടെ, നിക്കേ മോളെ. മോളെ. മോളെ, മോളെ, എടാ പ്രതാപ, എന്തോ തീരുമാനിച്ച് ഉറപ്പിച്ച പോലെയാണല്ലോ അവള് പോകുന്നേ. ഛോ, ഇനി എന്തൊക്കെ നടക്കുമെന്തോ. അമ്മേ, നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു തീർത്ഥാടനത്തിനോ മറ്റോ പോയിട്ട് വരാം. എങ്ങോട്ട്? എങ്ങോട്ടെങ്കിലുമൊക്കെ. എന്നിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കാം.
മനസ്സിന് ഒരു സുഖവുമില്ല. നമുക്ക് മനസ്സമാനം കിട്ടാനും മോക്ക് ശാന്തി കിട്ടാനും വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാം. ഓ പ്രതാപ, ഇത് ഞാൻ അങ്ങോട്ട് പറയാനിരിക്കായിരുന്നു. ഇനിയിപ്പോ അതേ ഉള്ളൊരു രക്ഷ. എന്നാ പിന്നെ ഞാൻ എന്റെ സാധനങ്ങളൊക്കെ എടുത്ത് ബാഗിൽ വെക്കട്ടെ. ആ ഭഗവാനേ. വന്നോ? വന്നു. എന്താ വരണ്ടാന്ന് തോന്നിയോ? എനിക്കങ്ങനെ തോന്നേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എന്നിട്ട് നിന്റെ അമ്മയുടെ ബർത്ത്ഡേ ഒക്കെ അടിച്ചു പൊളിച്ചായിരുന്നോ? ബർത്ത്ഡേക്ക് അടിച്ചു പൊളിച്ചു. ഞാനല്ല, അവളും അവളുടെ ഭർത്താവും. അങ്ങനെ തന്നെ ഉണ്ടാവുന്ന ഞാൻ പറഞ്ഞല്ലോ. പിന്നെന്തിനാ അവർക്കൊപ്പം പോയത്? അതൊക്കെ പതിവുള്ള കാഴ്ചയല്ലല്ലോ. അത് പതിവുള്ള കാഴ്ചയല്ല. ഇനി അത്തരം കാഴ്ചകൾ ഒരുപാട് നിങ്ങൾ കാണാൻ കിടക്കുന്നു ഉണ്ണിയേട്ടാ. അവിടെ പോയിട്ട് രക്തം ചൂടായിക്കൊണ്ടാണല്ലോ നീ വന്നിരിക്കുന്നത്. നമ്മൾ തമ്മിലുള്ള ഈ ജീവിതം ഇനി അധിക ദിവസം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. നീ എന്താ എന്നെ ഡിവോഴ്സ് ചെയ്യാൻ പോവാണോ? ഞാനല്ല, ഉണ്ണിയേട്ടൻ ചിലപ്പോ അത് ചെയ്തെന്നിരിക്കും. എന്തിന്? എന്തിനാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. അതിന്റെ കാരണം ഞാൻ പറയാതെ തന്നെ ഉണ്ണിയേട്ടനെ തേടി വരും. നിന്റെ മനസ്സിൽ എന്താണ് കരണേ? അമ്മ അത് തന്നെയാണ് ചോദിക്കുന്നത്. നീ ഇങ്ങനെ നിന്റെ ചേച്ചിയുടെ മുമ്പിൽ താഴേണ്ട ഒരു കാര്യമില്ല. നീ ഇപ്പോ അവരുടെ മുമ്പിൽ പഞ്ചപൂച്ച അടക്കിയാണ് നിൽക്കുന്നത്. ഈ ലോകത്ത് ഏറ്റവും ഭാഗ്യമുള്ള പെൺകുട്ടി ഞാനാണെന്ന് അഹങ്കരിച്ചിരുന്നു. എന്റെ കല്യാണം കഴിഞ്ഞ് ഉണ്ണിയേട്ടനോടൊപ്പം ഇവിടേക്ക് വരുന്നത് വരെ. അതിനുശേഷം എന്റെ ജീവിതം മാറി മറിഞ്ഞത്. അതിനു മുൻപ് ഞാൻ രാജകുമാരി, ലക്ഷ്മി എന്റെ ദാസി. ഇപ്പൊ തിരിച്ചായി കാര്യങ്ങള്. അവര് നിന്നോട് വീട്ടു ജോലി ചെയ്യാൻ പറയുമ്പോ പറ്റില്ല നിനക്ക് പറഞ്ഞൂടെ? ഞാൻ എന്ത് ചെയ്യണമെന്ന് ഉണ്ണിയേട്ടൻ എന്നോട് പറയണ്ട. എന്നെ കളയണമെന്ന് തോന്നുമ്പോ പറഞ്ഞാ മതി, ഞാൻ വരും കൂടെ. എന്നിട്ട് എവിടെയാന്ന് വെച്ചാ ഒപ്പിട്ട് തന്നോളാം. ഒരു അതിഥി കൂടിയുണ്ട് ഈ വീട്ടിലെ ഒരേ ഒരു മകള്. ഇനി കുറച്ചു ദിവസം ഇവളിവിടെ ഉണ്ടാവും. ആ നേരത്തെ പഴയതുപോലെ കുഞ്ഞിനെ കളയാനുള്ള ശ്രമമൊന്നും നടത്തണ്ട. അങ്ങനെ ചെയ്തു കഴിഞ്ഞാ ഇനി അമ്മയാണെന്നൊന്നും നോക്കത്തില്ല. ക്രിമിനൽ മൈൻഡുള്ളവർ ജയിലിൽ കിടക്കണം.
അങ്ങനെയുള്ള പലരും ഇപ്പൊ പുറത്ത് നിൽക്കുക. നീ എത്തിയോ? പിന്നെ മഞ്ജു വന്നിരിക്കുന്നത് 1-2 ദിവസം ഇവിടെ നിൽക്കാനാ. മഞ്ജുവിന്റെ കാര്യങ്ങളൊക്കെ നീ വേണം നോക്കാൻ. അത് പറഞ്ഞപ്പോ നിനക്കെന്താടി ഒരു ദേഷ്യം പോലെ? ആ അല്ല, സന്തോഷിക്കാനുള്ള കാര്യമല്ലല്ലോ കണ്ണേട്ട പറഞ്ഞത്. അപ്പൊ പിന്നെ മുഖം ചുവക്കും. എന്തായാലും ശരി, മഹി പറഞ്ഞു കേട്ടല്ലോ, അതനുസരിച്ച് പൊക്കോണം. വാ മഞ്ജു, വേഷമൊക്കെ ഒന്ന് മാറാം. സാഗറിനെ പറ്റി ചില സംശയങ്ങളൊക്കെ നമുക്കുണ്ടായിരുന്നല്ലോ. ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവൻ മഞ്ജുവിനെ ജീവന് തുല്യം സ്നേഹിക്കുന്ന കൂട്ടത്തില. അതുകൊണ്ടാ ഇങ്ങോട്ട് മഞ്ജുവിനെ കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോ സാഗർ നെറ്റി ചുളിച്ചത്. നല്ല ഭയമുണ്ട് സാഗറിന്, അവന്റെ കുഞ്ഞിനെ ഇവിടെ ഉള്ളവർ കളയുമെന്ന്. ഇല്ലാന്ന് ഞാൻ ഉറപ്പ് കൊടുത്തതിന് ശേഷമാ പൊക്കോളാൻ സാഗർ പറഞ്ഞത്. ഒരു പരിക്കും കൂടാതെ ഇങ്ങോട്ട് കൊണ്ടുവന്നതുപോലെ അവളെ തിരിച്ചു കൊണ്ടുവിടണം. അതിന് കഴിയാതെ വന്ന അവളെ വേദനിപ്പിക്കുന്നവർക്ക് ജീവിതകാലം മുഴുവൻ അനുഭവിക്കേണ്ടി വരും. അയ്യോ, ഞങ്ങളൊന്നും ചെയ്യുന്നില്ലേ? ചെയ്യാതിരുന്ന എല്ലാവർക്കും കൊള്ളാം. എന്താ മോളെ ഇതൊക്കെ? ദേ, മനഃപൂർവ്വം മഹാലക്ഷ്മി ഓരോന്ന് ചെയ്യാ. ഈ വീട്ടിലെ അംഗങ്ങളുടെ എണ്ണം കൂടുക. അന്നേരം അത്രയും മോളുടെ ജോലിയും കൂടുമല്ലോ. ഞാൻ പോലും അടുക്കളയിൽ കയറരുതെന്നാ ഓർഡർ. എനിക്കറിയാമേ, എന്നെ കഷ്ടപ്പെടുത്താൻ വേണ്ടിയാ ഇതൊക്കെ ചെയ്യുന്നത്. അതിനി അധികം ആയുസൊന്നുമില്ല. അനുഭവിക്കാനുള്ളതൊക്കെ ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു. ഇനി രണ്ടും കെട്ട് ഞാൻ ജീവിക്കുന്നില്ല. അമ്മ നോക്കിക്കോ, കുഞ്ഞിനെ നഷ്ടപ്പെടുന്നത് മഞ്ജുനല്ല, അവൾക്ക് തന്നെയായിരിക്കും, മഹാലക്ഷ്മിക്ക്. പോകാടാ. ദോഷങ്ങളൊക്കെ തീർത്തിട്ടേ തിരിച്ചു വരാവൂ. പല അമ്പലങ്ങളിലും നേർച്ച ഉണ്ടായിരുന്നു. ഒന്നും നടക്കാതിരുന്നത് കൊണ്ടാ പോകാതിരുന്നത്. ഇനിയിപ്പോ ഒന്നും നടന്നില്ലെങ്കിലും നേർന്നതൊക്കെ അങ്ങ് ചെയ്യണം. വേഗെടുത്തോ. ഇതെവിടേക്ക്? ആ, ഞങ്ങളൊരു തീർത്ഥാടന പോവാ. നാളെ തിരിച്ചെത്തുള്ളൂ. ആ, തീർത്ഥയാത്രയ്ക്കല്ലേ പോകുന്നത്? നല്ല നല്ല അമ്പലങ്ങളിൽ പോകുമ്പോ ദൈവത്തോട് നല്ല നല്ല കാര്യങ്ങൾ പ്രാർത്ഥിക്കാൻ നോക്ക്. ഡേ, നീ എന്തായാലും പറഞ്ഞ് നിന്റെ മരുമോനെ നടത്തിച്ചല്ലോ. അങ്ങനെ കണ്ണൻ നടക്കണമെന്ന് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത് ഈ നിൽക്കുന്ന അമ്മയുടെ മോനാ. കാരണം ഇങ്ങനെ കാരണ കണ്ണനാ ഗതി വന്നത്. ഇനിയെങ്കിലും ദൈവങ്ങൾ കാണിക്കുന്ന അത്ഭുതങ്ങളെപ്പറ്റി അമ്മയും മോനും നന്നായൊന്ന് ചിന്തിക്കാൻ നോക്ക്. അന്ന് അപകടം നടന്നപ്പോ എല്ലാത്തിനും സാക്ഷിയായിട്ട് എന്റെ ലക്ഷ്മി മോള് നിങ്ങളുടെ ലോറിയിലുണ്ടായിരുന്നു. അന്ന് നിങ്ങൾ വിചാരിച്ചോ പിന്നീട് അതേ ലക്ഷ്മി മോള് തന്നെ കണ്ണനെ കല്യാണം കഴിക്കൂന്ന്? എടേ, അന്ന് അങ്ങനെ ഒരു അപകടം ഉണ്ടായതുകൊണ്ട് മാത്രമാ നിന്റെ മോള് കണ്ണന്റെ ഭാര്യയായത്. അവനൊരു വൈകല്യം ഉള്ളത് കൊണ്ട് മാത്രമാ എന്റെ കരണമോൾക്കൊപ്പം അവളെയും പറഞ്ഞു വിടാൻ ഞങ്ങൾ താല്പര്യം കാണിച്ചത്. നിങ്ങളൊക്കെ താല്പര്യം കാണിച്ചത് കൊണ്ട് മാത്രം
ആ ബന്ധം നടക്കില്ല പ്രതാപേട്ട. അത് ദൈവത്തിന്റെ തീരുമാനമാ. എടാ പ്രതാപ, ഇന്നലെ രാത്രിയിലേ ദൈവം ഇവളുടെ അടുത്ത് വന്നായിരുന്നു. എന്നിട്ട് അതായിരുന്നു തീരുമാനമെന്ന് ദൈവം ഇവളോട് പറഞ്ഞു. അത് പറയേണ്ട കാര്യമൊന്നുമില്ല. മറഞ്ഞിരിക്കുന്ന ദൈവങ്ങൾ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടത്തി തരുമ്പോ നമുക്കത് അറിയാൻ പറ്റും. അത് ദൈവങ്ങൾ നേരിട്ട് വന്ന് ചെയ്തതാണെന്ന്. എനിക്ക് തോന്നുന്നതേ ഇവളെ ഏതോ ദൈവം കണ്ണുവെച്ചിട്ടുണ്ടെന്നാ. ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ ഇനി അങ്ങനെ തന്നെ പറഞ്ഞോണ്ട് പോ. ഓ ഇടി, നിന്നെ കാഴ്ച കണ്ടിട്ട് പോയാൽ തന്നെ ആ യാത്ര ഗുണം പിടിക്കില്ല. പോകുന്നതൊക്കെ നല്ല ഉദ്ദേശത്തോടെയാണെങ്കിൽ അതിനുള്ള ഫലം ദൈവം തരും. മറിച്ചാണെങ്കിൽ അതിനും ഫലം കിട്ടും. എന്റെ മോളുടെ ഇപ്പോഴത്തെ ജീവിതം കണ്ടിട്ട് സഹിക്കാൻ വയ്യാതെ നിങ്ങൾ അവളെ കൊല്ലാൻ നോക്കിയത്. കരുണയ്ക്ക് എന്താണ് കുഴപ്പം? അവൾക്ക് ജീവിക്കാനുള്ള ചുറ്റുപാടില്ലേ? അവൾക്ക് സുഖത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാനുള്ള മാർഗങ്ങളില്ലേ? കമലേശ്വരത്തെ വീട്ടുജോലി ചെയ്തിട്ടാണ് എന്റെ മോള് ജീവിക്കുന്നത്. അതിന്നൊക്കെ മോളെ മാറ്റി നിർത്തണം. അവളും അവളുടെ ഭർത്താവും നന്നാവണം. അവളും മനുഷ്യരെ പോലെ ജീവിക്കണം. പ്രതാപ, നമ്മള് വ്രതഭക്തിയോടെ അമ്പലങ്ങളിൽ പോകുമ്പോ നമ്മളെ ഇവള് തിളപ്പിക്കുന്നതേ നമ്മുടെ വ്രതം തെറ്റാനാ. നമ്മുടെ രക്തം തിളച്ച അവിടെ നമ്മുടെ പ്രാർത്ഥനയുടെ ഫലം പോകും. അതിവൊക്കെ അറിയാം. അതുകൊണ്ട് ഇവളുടെ ഇത്തരം സംസാരത്തിനൊക്കെ മറുപടി കൊടുക്കാതെ വാ പ്രതാപ, നമുക്ക് പോകാം. എന്തായാലും ഉണ്ടല്ലോ, നിന്റെ മോള് ഇനി നല്ല രീതിയിൽ പ്രസവിക്കാൻ പോകുന്നില്ല.